വിഴിഞ്ഞം തുറമുഖത്ത് വാണിജ്യ ഓപ്പറേഷൻ തുടങ്ങിയ ശേഷം എത്തുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ തീരത്തേക്ക് എത്തി എന്ന സുപ്രധാനമായ ചരിത്രപരമായ ദിവസമാണ് ഈ കടന്നു പോകുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC തുർക്കി എന്ന ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് എത്തിയത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, നേരത്തെ ഇതിൻ്റെ ഈ കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഏറെക്കുറെ 1/2 കിലോമീറ്ററോളം നീളമുള്ളൊരു കപ്പൽ, മറ്റു വലിയ ലോകത്തെ എണ്ണപ്പെട്ട തുറമുഖങ്ങളിൽ പോലും അടുപ്പിക്കാൻ കഴിയാത്തത്ര വലിപ്പമുള്ള മദർ വെസൽ ഇനത്തിൽപ്പെടുത്താൻ കഴിയുന്ന കപ്പൽ. ആ കപ്പലാണിപ്പോൾ വളരെ സ്മൂത്തായി നമ്മുടെ വിഴിഞ്ഞം തീരത്തോട് ചേർന്ന് എത്തുന്നത്. രതീഷ്, വിഴിഞ്ഞം തുറമുഖത്ത് ഈ കൂറ്റൻ മദർഷിപ്പ് MSC തുർക്കി എത്തുമ്പോൾ തിരുവനന്തപുരം നഗരം കാണാനെത്തിയ മലപ്പുറത്ത് നിന്നുള്ള കുറേ പേർ എനിക്കൊപ്പം ഉണ്ട്. അവർ ഈ തുറമുഖം കാണാൻ ഇന്ന് വന്നവരാണ്. ആരും സംസാരിക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? കപ്പൽ കണ്ടോ? കുഴപ്പമൊന്നുമില്ല, സൂപ്പറായി. ഞങ്ങൾ ആദ്യമായിട്ടാണോ ഇവിടെ? തിരുവനന്തപുരത്ത് ആദ്യമാണോ അതോ? പക്ഷെ ഞാൻ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വിഴിഞ്ഞം തുറമുഖം കണ്ട ആദ്യമാണ്. അപ്പൊ എന്നിട്ട് ഇവിടെ വന്നപ്പോ ഇന്ന് വന്ന ദിവസം തന്നെ നിങ്ങൾ കപ്പൽ വരുന്ന ദിവസം നോക്കി പ്ലാൻ ചെയ്ത് വന്നതാണ്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ വന്നപ്പോ കപ്പൽ കണ്ടു, സന്തോഷമായി. ഒരു തുറമുഖത്തൊരു കപ്പൽ എടുക്കുന്നു. ആ കപ്പല് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ്. അത് കാണാനുള്ള ഒരു അപൂർവ അവസരം കിട്ടി. എങ്ങനെ കാണുന്നു? കണ്ടപ്പോ നല്ല സന്തോഷമായി. ഇത് ഈ സമയത്ത് തന്നെ വന്നത് ഞങ്ങളൊരു ഭാഗ്യമായിട്ടാണ്. തിരുവനന്തപുരം യാത്ര മറക്കില്ല? ഇല്ല, തിരുവനന്തപുരത്തെ യാത്ര ഞങ്ങൾ മറക്കും. എങ്ങനെയുണ്ട് ചേച്ചി കപ്പൽ കണ്ടിട്ട്? നല്ലതാണ്. ഇതിനു മുമ്പ് ഒരു കപ്പല് തുറമുഖത്ത് പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു അപൂർവ അനുഭവം അല്ലേ? ഞങ്ങൾ പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. മലപ്പുറത്ത്. മലപ്പുറം നിലമ്പൂരാണ്. ഇത് ഞങ്ങളുടെ വാർഡ് മെമ്പർ മോൺസി പ്രസാദ്, ഞാൻ അവിടുത്തെ ADS ചെയർപേഴ്സൺ ബിന്ദുവാണ്. ഞങ്ങളിതിലുള്ള ഭൂരിഭാഗം ആൾക്കാരും NRGS തൊഴിലാളികളാണ്. ഞങ്ങൾ ഒന്നിച്ചൊരു വിനോദയാത്രയ്ക്ക് വേണ്ടി പോകുന്നതാണ്. അല്ലാതെ ഇങ്ങനെ MSC തുർക്കി എന്നൊരു വലിയ കപ്പൽ വരുന്നത് കണ്ടറിഞ്ഞ് വന്നതെന്ന്? അല്ല, ഞങ്ങൾ വന്ന് ഓർക്കതർക്ക് കണ്ടതാണ്, യാദൃശ്യമായി കണ്ടതാണ്. വളരെ സന്തോഷം. KSRTC ചേട്ടന്മാർ അതിനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണത്. BTCയുടെ ഭാഗമായിട്ട് സിറ്റിയിൽ നിന്നും വരുന്നത്. അപ്പോ ഇന്ന് ഇങ്ങനെ ഒരു കപ്പൽ ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് വാർത്തയിലൂടെ അറിഞ്ഞാണോ? ഇല്ല, ഇന്ന് വന്നപ്പോഴും മാത്രമാണ് അറിഞ്ഞത്. അതെ, നേരത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് വലിയൊരു അനുഭവമായി. കാരണം തിരുവനന്തപുരം കാണാൻ എത്തിയപ്പോൾ അവർക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും വലിയൊരു കപ്പൽ എത്തിയ ദിവസം തന്നെ അവർക്ക് ഈ കപ്പൽ കാണാൻ കഴിഞ്ഞു. അതൊക്കെ വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. എന്നിരുന്നാലും ഈ കപ്പൽ ഇപ്പോൾ നമ്മൾ രതീഷ് തീരത്തേക്ക് അടുത്തു, ബർത്തിലേക്ക് അടുത്തു, നങ്കൂരം ഇടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് വളരെ കാണാം, വളരെ ആ ക്രെയിനുകളോട് വളരെ അടുത്തിരിക്കുന്നു കപ്പൽ. അതുകൊണ്ട് തന്നെ നങ്കൂരം ഇടുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിന് തന്നെ MSC തുർക്കി എന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC തുർക്കി എന്ന 400 മീറ്റർ 399.9 മീറ്റർ നീളമുള്ള കപ്പൽ ഇപ്പോൾ ബർത്തിനരികിൽ നങ്കൂരമിടും. 24,000-ത്തിലധികം ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വിഴിഞ്ഞത്തിന്റെ ഒരു മനോഹാരിതയൊക്കെ മനസ്സിലാകുന്നുണ്ട്. അത് അവിടെ നേരിൽ കണ്ട ആളുകൾക്കറിയാം വൈകുന്നേരം എത്ര മനോഹരമാണ് വിഴിഞ്ഞം തീരവും ആ തുറമുഖ മേഖലയും എന്നത്. ഈ കപ്പൽ യൂറോപ്പിലേക്ക് പോകും എന്നാണല്ലോ അതിൻ്റെ റൂട്ടുമായി ബന്ധപ്പെട്ട നേരത്തെ അവിടുത്തെ ഔദ്യോഗികമായി നൽകിയ വിവരങ്ങളിലൊക്കെ ഉള്ളത്. വിഴിഞ്ഞത്ത് എത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നർ നീക്കം അത് ഈ കപ്പൽ വഴി നടത്തുന്നുണ്ടോ? വിഴിഞ്ഞത്ത് വാട്ടർ സല്യൂട്ട് ഉൾപ്പെടെ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് ഈ പ്രധാനപ്പെട്ട കപ്പൽ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ? തീർച്ചയായിട്ടും രതീഷ്, കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന് വേണ്ടി, ചരക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഡിസംബർ മാസം മുതൽ ഇവിടെ കൂറ്റൻ കപ്പലുകൾ എത്തുന്നത്. അത് ഡിസംബർ മാസം മുതൽ ഇവിടെ ട്രാൻസ്ഷിപ്മെന്റ് നടപടികൾ, അതിൻ്റെ പ്രോസസ്സ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ കപ്പലിൽ 24,346 കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഈ ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച് വിഴിഞ്ഞം തുറമുഖത്തിറക്കും. അതിനുശേഷം ഇവിടെ 2 ഫീഡർ കപ്പലുകൾ, അതായത് രാജ്യത്തെ മറ്റ് ഈ വലിയ മദർഷിപ്പുകൾ എത്താൻ കഴിയാത്ത രാജ്യത്തെയും പുറത്തുമുള്ള തുറമുഖങ്ങളുണ്ട്. ആ തുറമുഖങ്ങളിലേക്ക് ഈ ഫീഡർ കപ്പലുകൾ, ചെറിയ കപ്പലുകളിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ചരക്ക് ഗതാഗതം, കണ്ടെയ്നറുകളിൽ ചരക്ക് ഗതാഗതം കയറ്റി അയക്കുന്നത്. റോഡ് മാർഗമുള്ള ഈ
ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നില്ല. അത് തുടങ്ങിയിട്ടില്ല. കാരണം NH-മായുള്ള കണക്ടിവിറ്റി ആയിട്ടില്ല. ഒപ്പം തന്നെ റെയിൽ മാർഗമുള്ള കണക്ടിവിറ്റി മറ്റ് തുറമുഖങ്ങളിലേക്കുള്ളതും ആയിട്ടില്ല. കാരണം റെയിൽപാതയുടെ DPR അടക്കമുള്ള പ്രോസസ്സ് മാത്രം ഇപ്പോൾ നടന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചരക്ക് കൈമാറ്റം, ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ചരക്ക് ഗതാഗതം സാധാരണ പോലെ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ നടപടികൾ നടക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ അനുവദിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ ഒപ്പുവെച്ച ദിവസം കൂടിയാണ് ഈ വലിയ കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് വരുന്നത്.